എത്ര വില കൂടിയാണെങ്കിൽ ഏത് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്താലും എത്ര ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ പാർലറിൽ പോയി ചെയ്താലും ഇതുകൊണ്ടാണ് നിങ്ങളുടെ ഡാൻഡ്രഫ് പോവാത്തത്. സ്കിപ്പ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ എത്തിയവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഡയറക്റ്റ് ഷാമ്പു യൂസ് ചെയ്തുകൊണ്ട് മാത്രം ഡാൻഡ്രഫ് കുറയുന്നു ഞാൻ ഒരു ഗ്യാരണ്ടിയും തരുന്നില്ല. ഷാമ്പു ചെയ്തിട്ട് മാത്രം മാറില്ല. നമ്മുടെ കുറച്ച് ശൈലികൾ അല്ലെങ്കിൽ നമ്മുടെ ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. എൻ്റെ ഷോർട്സ് കണ്ടിട്ട് വന്നവരാണ് കുറേ പേരെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എങ്ങനെയാണ് എൻ്റെ ഡാൻഡ്രഫ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ റിമൂവ് ആയതെന്ന് എന്ന് വെച്ചാൽ കുറഞ്ഞതെന്നുള്ള ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊന്നും കൂടെ പറഞ്ഞു തരാം. അപ്പം ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരുപാട് നാളായിട്ട് ഡാൻഡ്രഫിൻ്റെ എന്താ പറയുക ഒരു ബുദ്ധിമുട്ടായിട്ട് കൊണ്ടു നടക്കുകയാണ്. 2-3 പ്രാവശ്യം ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, ഒരുപാട് ഹോം റെമഡീസ് ചെയ്തു, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടും എനിക്ക് ഇതൊന്നും കുറയുന്നില്ല. കംപ്ലീറ്റ് മാറിയില്ലെങ്കിൽ പോലും ജസ്റ്റ് കുറയുന്ന പോലും ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു ശരിക്കും പറഞ്ഞാൽ ഈ ഷാമ്പു എനിക്ക് സജസ്റ്റ് ചെയ്തത് ഒരു പാർലറിലെ ഒരാളാണ്. താങ്ക്സ് ടു, ഞാൻ എവിടുന്നാണ് എങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല, താങ്ക് യു. അത് അങ്ങനെ അന്ന് ഷെയർ ചെയ്തു. ഞാനിത് വാങ്ങി യൂസ് ചെയ്ത് നോക്കി. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം. വെറുതെ ഷാമ്പു ഇട്ട് കളഞ്ഞ് ഷാമ്പു ചെയ്തിട്ട് മാത്രം മാറില്ല. നമ്മുടെ കുറച്ച് ശൈലികൾ, നമ്മുടെ ഹാബിറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ചേഞ്ച് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ ഒരുപാട് ദീർഘിപ്പിച്ച് വളഞ്ഞ് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ എന്താണ് ഡാൻഡ്രഫ്, അല്ലെങ്കിൽ ആണിത് നമുക്ക് വരുന്നത്? ചിലവർ പറയും എനിക്ക് ഡാൻഡ്രഫേ ഇല്ല, ചിലവർ ഡാൻഡ്രഫ് പോകുന്നില്ല, ചിലവർക്ക് ചൊറിച്ചിലായിരിക്കും ഡാൻഡ്രഫ്, ചിലവർക്ക് ഇങ്ങനെ പൊടി ഇങ്ങനെ മുകളിൽ കാണാം. അപ്പോൾ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പറയാം. ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് തന്നെ പറയാം, ഒരു സ്കിൻ ഡിസീസ്. ഇതെല്ലാവർക്കും വരുന്നില്ല, സ്കിൻ ഡിസീസ് ഇപ്പോൾ എല്ലാവർക്കും വരില്ലല്ലോ, ചിലവർക്ക് വരും. പിന്നെ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ക്യൂർ ആവില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു അതിനനുസരിച്ചേ ഉള്ളൂ ഇത് പോവുകയും അല്ലെങ്കിൽ വീണ്ടും വരെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൂ. പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ടേക്ക് കെയർ ഒക്കെ ചെയ്യണം. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ഡെഡ് സ്കിൻസ്, തലയിലെ ഡെഡ് സ്കിൻസ് അല്ലെങ്കിൽ സ്കാൽപ്പിലെ ഡെഡ് സ്കിൻസ് ഷെഡ് ഓഫ് ചെയ്യുന്നതാണ്. നമ്മളിങ്ങനെ പൊടികളൊക്കെ ആയിട്ട് ചിലർക്ക് ഇങ്ങനെ കട്ടിയൊക്കെ ആയിട്ട് കാണില്ലേ, ആ കാണുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടൊക്കെയാണ് വരുന്നത്, എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിഞ്ഞാലല്ലേ ഉള്ളൂ ആ വരാതിരിക്കാനുള്ള കാരണങ്ങൾ. മീൻസ് ആ കാരണങ്ങൾ അറിഞ്ഞാലേ നമുക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരുപാട് ഷാമ്പു, കീറ്റോകോണസോൾ ഷാമ്പു ഒക്കെ യൂസ് ചെയ്ത് മുടിയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊക്കെ ഒരാളാണ്. അപ്പം ഇതൊക്കെ എനിക്കും നിങ്ങളെ പോലത്തെ ഒരുപാട് അനുഭവം, ഒരുപാട് ഫെനിഗ്രിക് ഉലുവ പൊടിച്ചും അരിവേപ്പും അങ്ങനെ കുറേ സാധനങ്ങൾ തേച്ചിട്ടുണ്ട്. അപ്പം എനിക്കും മനസ്സിലാകും. ഇതൊക്കെ ചെയ്യാത്തവരും ഉണ്ടാകാം, ചെയ്തവരും ഉണ്ടാകാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഡാൻഡ്രഫ് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. മെയിനായിട്ട് നമ്മുടെ തലയിൽ ഓയിൽ കണ്ടൻറ്റ് കൂടുമ്പം അല്ലെങ്കിൽ അങ്ങനെ ഓയിൽ കണ്ടൻറ്റ് കൂടി അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നാണ് മെയിനായിട്ടും ഡാൻഡ്രഫ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓയിൽ ഇല്ലാതെ ശ്രദ്ധിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതാണല്ലോ, അപ്പോൾ ഓൾറെഡി ആ ഒരു ഇൻഫെക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻഡ്രഫ് വരാം. പിന്നെ നമുക്ക് ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഈ ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഓൾറെഡി ഡാൻഡ്രഫ് ഉള്ള ഒരാളുടെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കോംബോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് നമ്മൾ യൂസ് ചെയ്തിട്ട് അങ്ങനെ കോണ്ടാക്റ്റ് വഴി വരാം. ഹീറ്റ് അപ്ലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ സ്ട്രെയിറ്റനിങ്ങും കേളിങ്ങും ഡ്രയർ, മെയിനായിട്ട് ഹെയർ ഡ്രയർ യൂസ് ചെയ്ത് മുടി ഭയങ്കരമായിട്ട് ഹീറ്റായി ഡ്രൈ ആകുമ്പോൾ അങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ചാൻസസ് കൂടുതൽ ഈ ഡാൻഡ്രഫ് വരാനുള്ള. അല്ലാത്തവർക്കും വരാം, പക്ഷെ അങ്ങനെയല്ല. പിന്നെ നമ്മുടെ കാലാവസ്ഥ, ഒരുപാട് തണുപ്പ് ഈർപ്പുള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് തലയിൽ ഈർപ്പം നിന്നിട്ടും ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒന്ന് ഈ കാരണങ്ങൾ, ഈ പറഞ്ഞ സാധനങ്ങൾ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? വേറൊരാളുടെ ഡാൻഡ്രഫ് ഉള്ള ഒരാളുടെ പ്രൊഡക്ട്സ്, അല്ലെങ്കിൽ ഒരുപാട് ഡ്രയർ യൂസ് ചെയ്യുന്ന, തലയിൽ എണ്ണ വെച്ച് ഒരുപാട് ദിവസം നിൽക്കണ്, അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് ആയിട്ടും നിങ്ങൾ അതെല്ലാം ആ ശീലമേ മാറ്റുക, അതെല്ലാം ഒഴിവാക്കിയ ഫസ്റ്റ് നിങ്ങൾക്ക് ഇതാക്കും. പിന്നെ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. തന്നെ നമ്മുടെ തലയിൽ ഡേർട്ട്, ഓയിൽ ഇല്ലാതെ സൂക്ഷിക്കുക. അതിന് നമ്മൾ മെയിനായിട്ടും ചെയ്യേണ്ടത് ഹെയർ വാഷാണ്. എല്ലാ ദിവസവും ഹെയർ വാഷ് ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യണം എന്നുമില്ല. പക്ഷേ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നുകിൽ നിങ്ങളൊരു ലോങ് ഡ്രൈവ് പോയിട്ടുണ്ടെങ്കിൽ,
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദൂരയാത്ര മെയിനായിട്ട് ബൈക്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് പൊടി പാറിയിട്ടുണ്ട് എന്ന് തോന്നിയ ദിവസമാണെങ്കിൽ മസ്റ്റായിട്ടും ഷാമ്പു ഇട്ട് തലയിൽ ചെളി മൊത്തം കഴുകി കളഞ്ഞിട്ട് കുളിക്കുക. ഒരു മൈൽഡ് ഷാമ്പു, സെയിം ഈ ആൻറ്റി ഡാൻഡ്രഫ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് കഴുകി കളയുക. അല്ലെങ്കിൽ നിങ്ങൾ തലയിൽ എണ്ണ വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ നിൽക്കുക, നന്നായിട്ട് മസാജൊക്കെ ചെയ്തതിന് ശേഷം മസ്റ്റായിട്ടും എണ്ണ കഴുകി കളയണം. ചിലവർ നമ്മൾ ഇപ്പോഴും ഉണ്ട് കുറച്ച് പേര്, പണ്ടത്തെ ആൾക്കാരില്ല എന്നാലും ഇപ്പോഴത്തെ കുറച്ച് ആൾക്കാരുണ്ട് തലയിൽ, അവർക്ക് ഡാൻഡ്രഫ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല, തലയിൽ എണ്ണ വെച്ചിട്ട് ഷാമ്പൂ ഒന്നും ഇല്ലാതെ കഴുകി കളയുന്നത്. പക്ഷേ ഡാൻഡ്രഫിൻ്റെ മെയിൻ കാരണം ഈ ഓയിലാണ്. അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഡാൻഡ്രഫ് വന്ന ആൾക്കാർ കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ ഇപ്പോൾ ചിലവർ പറയും, ഓ ഞങ്ങൾ ഡെയിലി തലയിൽ എണ്ണ വെച്ച് കഴുകുന്നവരാണല്ലോ, ഞങ്ങൾ ഷാമ്പൂ ഒന്നും ഇടാറില്ല, അത് പണ്ടുള്ളവർക്ക് ഇങ്ങനെ ഡാൻഡ്രഫ് ഉണ്ടായെന്നൊക്കെ ചോദിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് ഡാൻഡ്രഫ് വന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഹെയർ വാഷ് ഒരു മസ്റ്റാണ്. ഡെയിലി വാഷ് ചെയ്യാൻ പറയുന്നില്ല, ത്രൈസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ട്വൈസ് വേണ്ട, ത്രൈസ് ഇൻ എ വീക്ക്. പിന്നെ നമുക്ക് കൂടുതൽ തലയിൽ വേർപ്പായി അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ഡേർട്ട്, പിന്നെ നന്നായിട്ട് ഓയിൽ ഇറങ്ങുന്ന ആൾക്കാരാണ്, ഓയിലി ഹെയർ ഉള്ളവരാണെങ്കിൽ ഓയിൽ ഇറങ്ങി എന്നൊക്കെ തോന്നുമ്പോൾ നന്നായിട്ടൊരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് തിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹെയർ വാഷ്. ഓക്കെ, സെക്കൻഡ് തിങ് ആണ് കോംബ് ആൻഡ് നമ്മുടെ ഹെയർ ആക്സസറീസ്, ഹെയർ ടൈസൊക്കെ. എന്ന് വെച്ചാൽ നമ്മൾ തലയിലേക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. നിങ്ങൾ എന്നാണോ ഷാമ്പു ഇട്ട് ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം നിങ്ങൾ തല കഴുകുന്ന പോലെ തന്നെ നിങ്ങളുടെ ഹെയർ ടൈസ്, കോമ്പ് ഇതെല്ലാം നന്നായിട്ട് സോപ്പോ ഷാമ്പോ എന്തെങ്കിലും യൂസ് ചെയ്ത് നല്ല ബ്രഷ് ഉപയോഗിച്ച് കഴുകുക. അതിൻ്റെ ഉള്ളിലൊക്കെ ഡേർട്ടും ഡാൻഡ്രഫും ഇരിക്കുന്നുണ്ടാവും. ഡെയിലി ചെയ്യണമെന്നല്ല, നിങ്ങൾ ഹെയർ എന്ന് വാഷ് ചെയ്യുന്നു ആ ദിവസം ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ ഓൾറെഡി നമ്മൾ ഈ കോമ്പിലിരിക്കുന്ന ഡാൻഡ്രഫൊന്നും വീണ്ടും ആ ദിവസം തന്നെ നമ്മുടെ തലയിലേക്ക് വരില്ല. അപ്പം ഡെയിലി എന്ന് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നു അന്ന് ഈ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഹെയർ ടൈസ്, കോമ്പ്, എത്ര കോമ്പുണ്ട്, എനിക്കൊരു 4-5 കോമ്പുണ്ട്, 4-5 കോമ്പും കഴുകും. അപ്പോൾ എല്ലാ കോമ്പുകളും കഴുകാനും ശ്രദ്ധിക്കുക. അതാണ് മെയിനായിട്ടുള്ള സെക്കൻഡ് പോയിന്റ്. തേർഡ് വണ്ണാണ് പില്ലോ കവർ. നമ്മൾ ഉറങ്ങുമ്പം തല വെക്കുന്നതാണ് പില്ലോ. അപ്പോൾ നമ്മൾ ഈ തലയൊക്കെ ചരിക്കുമ്പോൾ ഡാൻഡ്രഫൊക്കെ ഉണ്ടെങ്കിൽ പൊടി ഈ പില്ലോൻ്റെ മുകളിൽ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ എന്നും കഴുകണം എന്നല്ല, നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം ഇല്ലെങ്കിൽ വീക്ക്ലി വൺസെങ്കിലും പില്ലോ കവർ മാറ്റാൻ ശ്രമിക്കുക. കാരണം പില്ലോ കവറിൻ്റെ മുകളിലൊക്കെ ഒരുപാട് ഡാൻഡ്രഫ് ഉണ്ടാകും. അപ്പോൾ പില്ലോ കവർ മാറ്റാൻ ശ്രമിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ ഓയിൽ കണ്ടൻറ്റ് വരികയാണ്, അല്ലെങ്കിൽ ഓയിൽ തേച്ച് നിങ്ങൾ കുളിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് വെക്കാതിരിക്കുക. അത് വാഷ് ഓഫ് ചെയ്ത് കളയുക. ഷാമ്പു യൂസ് ചെയ്ത് തന്നെ വാഷ് ഓഫ് ചെയ്ത് കളയുക. തല വേർക്കുകയാണ് അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ ചെയ്യുക. പിന്നെ അടുത്തതാണ് ഷെയറിങ്. നമ്മൾ ഡാൻഡ്രഫ് ഉണ്ട് എന്ന് തോന്നുന്ന ഒരാളുടെ കോമ്പ്, അവരുടെ ഹെയർ ടൈസ് ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് തന്നെ. കാരണം നമ്മുടെ ഒരു ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഫംഗൽ ഇൻഫെക്ഷനാണ്. അപ്പോൾ വേറൊരാൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുന്നത് കുറയ്ക്കുക. കോമ്പൊക്കെ സ്വന്തമായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കോമ്പാണ് നമ്മൾ മെയിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ടവൽസ്, മറ്റേ തോർത്ത്, കുളിക്കുമ്പോൾ ഉള്ള തോർത്തും അതുപോലെ തന്നെ വീട്ടിലിപ്പോൾ 2 പേർക്ക് ഡാൻഡ്രഫ് ഉണ്ട് അല്ലെങ്കിൽ ഒരാൾക്ക് ഡാൻഡ്രഫ് ഉണ്ട്, നമ്മൾ സെയിം തോർത്ത് വെച്ച് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ മറ്റേ ആൾക്ക് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ തോർത്ത്, ടവൽസ് അതും കൂടെ പിന്നെ അത് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിലും ഹെയർ വാഷിൻ്റെ അന്ന് മസ്റ്റായിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. ചൂടുവെള്ളത്തിലിട്ട് വാഷ് ചെയ്താൽ അത്രയും അടിപൊളിയാണ്. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വെറും ഒരു ഷാമ്പു യൂസ് ചെയ്ത് മാത്രം നമ്മുടെ ഷാമ്പു യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ ഈ ഡാൻഡ്രഫ് പോകില്ല. അതിപ്പോൾ എത്ര വില കൂടിയാണെങ്കിലും ഏത് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്താലും എത്ര ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ പാർലറിൽ പോയി ചെയ്താലും ഇതുകൊണ്ടാണ് നിങ്ങളുടെ ഡാൻഡ്രഫ് പോവാത്തത്. കാരണം നമ്മൾ 10,000 കൊടുത്ത് 3 സിറ്റിംഗ് 4 സിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ബ്യൂട്ടി പാർലർ നമ്മൾ പോയി ചെയ്യും. പക്ഷെ വീണ്ടും വന്ന് നമ്മൾ ഈ സെയിം ഡാൻഡ്രഫിൻ്റെ തലയണയിലേക്കാണ് കിടക്കുക, അല്ലെങ്കിൽ അതേ കോമ്പാണ് യൂസ് ചെയ്യുക. എന്ത് കാര്യം? അപ്പം നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ എത്ര വില കൂടിയ ഷാമ്പു യൂസ് ചെയ്താലും നമ്മുടെ ഡാൻഡ്രഫ് കുറയുള്ളൂ. ഇനിയാണ് നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ഷാമ്പു. ഏത് ഷാമ്പു യൂസ് ചെയ്താണ് എൻ്റെ ഡാൻഡ്രഫ് കുറഞ്ഞതെന്നാണ് നോക്കാനാണ് നിങ്ങളെല്ലാവരും വന്നതെന്ന് എനിക്കറിയാം.
ഇപ്പം എന്തായാലും കുറേ പേരൊക്കെ സ്കിപ്പ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ എത്തിയവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഡയറക്റ്റ് ഷാമ്പു യൂസ് ചെയ്തുകൊണ്ട് മാത്രം ഡാൻഡ്രഫ് കുറയുന്നു ഞാൻ ഒരു ഗ്യാരണ്ടിയും തരുന്നില്ല. അപ്പം തുടക്കം മുതലേ കാണുക, എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞേക്കുന്നതെന്നും കൂടെ ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഇത് നോക്കാം. അപ്പോൾ ഇത് ഷാമ്പു ആണ്, ലോറിയൽ പ്രൊഫഷണൽ പാരീസ് എന്ന് വെച്ചാൽ ലോറിയൽ പാരീസിൻ്റെ സ്കാൽപ്പ് അഡ്വാൻസ്ഡ് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു. പിരക്ടോൺ ഒലാമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടൻ്റാണ് ഇതിലുള്ളത്. ഈ കാണുന്നത് ഞാൻ പിക്ചർ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. ഇത് ഞാൻ പർപ്പിൾ നിന്നാണോ ഓർഡർ ചെയ്തേക്കുന്നത്. ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ലിങ്ക് എനിക്കിപ്പോൾ യൂട്യൂബിൽ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലിങ്ക് വേണ്ടവർ എന്നോട് ചോദിച്ചാൽ മതി, കമൻ്റ് ഇട്ടാൽ മതി. ഇത് വരുന്നത് ഇതും ഇതിൻ്റെ കണ്ടീഷണറും ഉണ്ട്. പക്ഷെ മിക്ക ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പുവിൻ്റെയും പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷാമ്പു ഭയങ്കര മൈൽഡ് ഷാമ്പൂസ് ആയിരിക്കില്ല. അത്യാവശ്യം ഈ കീറ്റക്കണസോളൊക്കെ യൂസ് ചെയ്തവർക്കറിയാം, അത്യാവശ്യം ഡ്രൈ ആക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കണ്ടീഷണർ വാങ്ങിയില്ല, വേറൊരു നന്നായിട്ട് മുടി സ്മൂത്താക്കുന്ന വേറൊരു കണ്ടീഷണർ വാങ്ങി. അത് ഞാൻ വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. ഇത് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 950, 950 രൂപയാണ്. പക്ഷേ ഇതെനിക്ക് ഓഫറിൽ 820 എന്തോ കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പക്ഷെ നല്ലൊരു വലിയ സ്മെല്ലോ ഒന്നുമില്ല. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും ഷാമ്പു വെള്ളത്തിൽ ജസ്റ്റ് ഡൈല്യൂട്ട് ചെയ്യുന്നു, തേക്കുന്നു, കഴുകിക്കളയുന്നു. അങ്ങനെയല്ല, ജസ്റ്റ് തേച്ച് എല്ലാ സ്കാൽപ്പിലും നമുക്ക് എവിടേക്കാണോ ഈ ഡാൻഡ്രഫ് ഉണ്ടെന്ന് എനിക്ക് ഇവിടെയായിരുന്നു ഡാൻഡ്രഫ് ഉള്ളത്. അപ്പം ഞാൻ ഇവിടെയും നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കും. ഒരു 5 to 7 മിനിറ്റ്സ് വെച്ചിട്ട് മാത്രമേ ഹെയർ നമ്മൾ ഈ കണ്ടീഷണർ വെക്കുന്ന പോലെ തന്നെ ഷാമ്പു വെച്ച്. കാരണം അതിൻ്റെ ഒരു ആ മരുന്ന് എന്താണ് ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കിയ കണ്ടൻറ്റ് നമ്മുടെ പ്രവർത്തിക്കണ്ടേ. അപ്പം നമ്മൾ കുറച്ച് പെട്ടെന്ന് വാഷ് ഓഫ് ചെയ്ത് കളയാതെ കുറച്ച് നേരം സൂക്ഷിക്കുക. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്ന കണ്ടീഷണറാണ് ലോറിയൽ പാരീസിൻ്റെ തന്നെ ആബ്സല്യൂട്ട് റിപ്പയർ പ്രോട്ടീൻ പ്ലസ് ഒമേഗ 9 ഒരു മാസ്കാണ്, പ്രൊഫഷണൽ മാസ്കാണ്. ഇത് യൂസ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇത് മുടി എന്താ പറയുക, ഈ പ്രിപ്പയർ ഷാമ്പു ആണ്, ഡ്രൈ ആക്കില്ല എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങുന്നത്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഡ്രൈ ആക്കൂല എന്ന് തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ ഒരുപാട് സജസ്റ്റ് ചെയ്തില്ല. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. ഇനിയിപ്പോൾ ഇതും കൂടെ യൂസ് ചെയ്ത് അറിയില്ല. അപ്പം ഇതാണ് ഷാമ്പു. നല്ലൊരു ഷാമ്പു ആണ്. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 മന്തായി. 2 മന്ത് കൊണ്ട് തന്നെ അത്യാവശ്യം എൻ്റെ നല്ല രീതിക്ക് തന്നെ ഇപ്പം എനിക്കില്ല, കയ്യിലും നഖത്തിലൊന്നും വന്നില്ല അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. ഒരുപാട് കളഞ്ഞ് ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് എടുത്തവരാണെങ്കിലും ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ശ്രമിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് നല്ലതാട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രം ഹെയ്റ്റ് സബിത സംഗീത്. ബൈ.